രഞ്ജിതയുടെ വീട്ടിൽ നിന്നാണ് AB ജയശങ്കർ ചേർന്നത്. ജയശങ്കർ എന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ രഞ്ജിതയുടെ വീട്ടിലെത്തുന്നുണ്ട്. ഈ ഔദ്യോഗികമായി തന്നെ രഞ്ജിതയുടെ വീട്ടിലെത്തി അമ്മയെയും ഒപ്പം രഞ്ജിതയുടെ മക്കളെയും കാണുന്നുണ്ട്. എപ്പോഴായിരിക്കും കളക്ടർ ഉൾപ്പെടെ എത്തുക? മറ്റു വിവരങ്ങൾ എങ്ങനെ? പ്രവിത, ജില്ലാ കളക്ടർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ കഴിഞ്ഞ ദിവസം തന്നെ വീട്ടിൽ എത്തിയിരുന്നു. ഇന്ന് മന്ത്രി വീണ ജോർജ്, ഒപ്പം തന്നെ വിവിധ സഭാ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, സഭയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലേക്ക് നിലവിലെത്തും. എന്തായാലും ഇപ്പോൾ നിലവിൽ ആരും തന്നെ ഈ വീട്ടിലില്ല. വലിയൊരു വിഷമം കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവത്തിൻ്റെ ഒക്കെ വലിയ വിഷമം വീട്ടിലുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകിയും നിരവധി പേരാണ് ഇങ്ങോട്ട് വീട്ടിലേക്കൊക്കെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും മന്ത്രി വീണ ജോർജ് 9 മണിയോടൊക്കെ തന്നെ വീട്ടിലെത്തുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഒപ്പം തന്നെ മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും BJPയുടെയും കോൺഗ്രസിൻ്റെ എല്ലാം തന്നെ വിവിധ നേതാക്കൾ ഇവിടെ എത്തും. ഈ UDFൻ്റെ പല നേതാക്കളും LDFൻ്റെ നേതാക്കളൊക്കെ തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. പക്ഷെ അപ്പോൾ കൂടി ഇങ്ങോട്ടേക്ക് കൂടി അവരുടെ യാത്ര ക്രമീകരിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഈ പുല്ലാട് എന്ന് പറയുന്ന തിരുവല്ലയ്ക്കടുത്തുള്ള ഈ കൊച്ചു ഗ്രാമത്തെ സംബന്ധിച്ച് ഈ മരണം, ഈ വിമാനാപകടം അത് വലിയ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്. രഞ്ജിത മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി, മക്കളെ വളർത്തുന്നതിന് വേണ്ടിയാണ് അവർ വിദേശത്തേക്ക് തൊഴിലിനായി പോകുന്നത്. 1.5 വർഷം മുമ്പാണ് ബ്രിട്ടനിലേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് മാറുന്നത്. അതിനു മുമ്പ് ഒരു അറബ് കൺട്രിയിലായിരുന്നു അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിൽ വലിയ സ്വപ്നങ്ങളുമായി പോയതാണ്. നമ്മൾ ആ വീടിന് മുന്നിൽ വന്നപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ആ പാതി പണി തീർത്ത ഭവനം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ വീട് പൂർത്തിയാക്കുക, മക്കളെ മെച്ചപ്പെട്ട രീതിയിലാക്കുക എന്നതുകൊണ്ടാണ് സർക്കാർ ജോലി ദീർഘാവധി എടുത്തുകൊണ്ട് അവർ വിദേശത്തേക്ക് പോകുന്നത്. ആ സ്വപ്നങ്ങളൊക്കെ തന്നെയാണ് ഇന്നലത്തെ ഈ വിമാനാപകടത്തോടു കൂടി തന്നെ പൊലിയുകയും ചെയ്തത്. ആ മക്കൾ ഇപ്പോഴും തങ്ങളുടെ അമ്മ മരിച്ചു എന്ന കാര്യം വിശ്വസിച്ചിട്ടില്ല. അവർക്കത് ബോധ്യപ്പെടുത്താൻ ബന്ധുക്കൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ വലിയ വിഷമമുള്ള സാഹചര്യമാണ്. എന്തായാലും ആ പ്രദേശത്ത് ശക്തമായ മഴ നിലവിൽ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഈ വീട്ടിലെ കണ്ണീര് പോലെ തന്നെ ഇവിടെ മഴ ഇങ്ങനെ രാവിലെ മുതൽ പെയ്ത് ഒഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വിവിധ നേതാക്കൾ, മന്ത്രിമാർ, MLAമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരും മണിക്കൂറുകളിൽ ഈ വീട്ടിലേക്ക് നേരിട്ടെത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും വലിയൊരു ആഘാതം ആ കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. സഹോദരൻ ഇന്ന് തന്നെ ഗുജറാത്തിലേക്ക് DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകുന്നതിന് വേണ്ടി പോകും. അവിടെ DNA സാമ്പിൾ നൽകിയതിന് ശേഷം ഉടൻ തന്നെ അടിയന്തരമായി നടപടികൾ പൂർത്തിയാക്കി ഭൗതികദേഹം നാട്ടിലെത്തിക്കാനുള്ളൊരു ശ്രമമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഏകോപനം ഇതിനോടകം തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മറ്റ് പ്രശ്നങ്ങളില്ലാതെ എത്രയും പെട്ടെന്ന് ഈ രഞ്ജിതയുടെ ഭൗതികദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ പുല്ലാടുന്ന ഗ്രാമത്തെ സംബന്ധിച്ച ഈ വിമാനാപകടം അത് വലിയൊരു ദുരന്തമാവുകയാണ്. 2 ദിവസം മുമ്പാണ് ജയശങ്കർ ഈ സഹോദരൻ യാത്ര തിരിക്കുന്നത് എപ്പോഴാണ് ജയശങ്കർ? അതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് യാത്ര തിരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അറിയിച്ചത്. അതിന് ഗുജറാത്തിൽ നിന്ന് ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് ജില്ലാ ഭരണകൂടമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഏകോപനം ഉറപ്പാക്കുക. ജില്ലാ കളക്ടറോട് കൂടി ആലോചിച്ച് അവരുടെ കൂടി നിർദ്ദേശം അനുസരിച്ചായിരിക്കും കുടുംബം എന്തായാലും സഹോദരൻ അങ്ങോട്ട് DNA സാമ്പിളിനുമായി ബന്ധപ്പെട്ട് പോവുക. ഇന്ന് ഉച്ചയോടുകൂടിയോ വൈകിട്ടോടുകൂടിയോ തിരിക്കാനാണ് നിലവിലൊരു സാധ്യത. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഗുജറാത്തിലെ സാഹചര്യം അനുസരിച്ച് അവിടെ നിന്നൊരു നിർദ്ദേശം കൂടി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഇവിടെ നിന്ന് രഞ്ജിതയുടെ ഇളയ സഹോദരൻ ഗുജറാത്തിലേക്ക് തിരിക്കുക. എന്തായാലും അതിൻ്റെ ക്രമീകരണങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറിൽ അറിയാമെന്ന് സാധിക്കുന്നു. എന്തായാലും നിലവിൽ ഇന്നലത്തെ അതേ മൂകത, അതേ വിഷമം, അതേ സാഹചര്യം തന്നെയാണ് ഈ വീട്ടിലുള്ളത്. ഈ രഞ്ജിതയുടെ പാതി പണി തീർത്ത വീട് അത് വലിയ വിഷമമായി, സങ്കടമായി ഇങ്ങനെ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഓരോ തവണയും ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇന്ന് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ വിവിധ ആളുകൾ ഈ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കും. എന്തായാലും വലിയ വിഷമം ഈ പുല്ലാട്ടെ ഗ്രാമത്തെ സംബന്ധിച്ചുണ്ട്. റീജിത്ത്, പ്രഭിത. ശരി, AB ജയശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. ഇന്നലെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് ആ വീട്ടിൽ നിന്ന് നമ്മൾ കണ്ടത്. അവരെ ആശ്വസിപ്പിക്കാൻ, രഞ്ജിതയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേർ എത്തുന്നുണ്ട്. പക്ഷേ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു വേദന ആ വീട്ടിൽ, ആ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയുന്നു. പത്തനംതിട്ട പുല്ലാട് ഗ്രാമം ഒന്നാകെ തേങ്ങുകയാണ്. ഈ ഒരുപാട് പ്രതീക്ഷകളുമായി, ഒരുപാട് സ്വപ്നങ്ങളുമായി നിന്നിരുന്ന രഞ്ജിത അടുത്ത മാസം അവരുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലേക്കൊക്കെ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ മാറേണ്ട ഇടത്ത് നിന്നാണ് ഒരു വലിയ വേദനയിലേക്ക് കാര്യങ്ങൾ പോയത്.
രഞ്ജിതയുടെ സഹോദരൻ ഇന്ന് ഉച്ചയോടെയോ വൈകിട്ടോടെയോ അഹമ്മദാബാദിലേക്ക് തിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. മൃതദേഹം എപ്പോൾ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ വ്യക്തമായൊരു കാര്യം പറയുക വയ്യ. കാരണം ഈ സഹോദരൻ അവിടെ എത്തിയതിന് ശേഷം മൃതദേഹം ലഭിക്കുന്നതിന് വേണ്ടി DNA പരിശോധന അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റേതായ ചില സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട്, അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത്രയും പേർ ഒരുമിച്ച് അപകടത്തിൽപ്പെട്ട സാഹചര്യത്തിൽ, ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ ആ പരിശോധനയൊക്കെ എത്രത്തോളം കാലതാമസം എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. സാധാരണ നിലയിലാണെങ്കിൽ 72 മണിക്കൂർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. പക്ഷേ ഇത് അതിനപ്പുറത്തേക്ക് പോകുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ആ നാട് രഞ്ജിതയെ കാത്തിരിക്കുന്നുണ്ട്. വളരെ വേദനയോടുകൂടി ആ കുടുംബം കണ്ണീരണിഞ്ഞ് നിൽക്കുകയാണ്.